ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സൽ മോട്ടർ എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ് ഈ കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ മോട്ടറിനെ പറ്റിയിട്ടുള്ള വീഡിയോ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടു ചെക്ക്. ഇവിടെ നമ്മൾ കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അത് എന്താണ് ഒരു കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയാം. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ യൂണിവേഴ്സൽ മോട്ടറിൽ തന്നെ ഒരു അഡീഷണൽ വൈൻഡിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ആഡ് ചെയ്യപ്പെടുന്ന അഡീഷണൽ വൈൻഡിങ്ങിൻ്റെ പേരാണ് കോമ്പൻസേറ്ററി വൈൻഡിങ്. ഇത് എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ ഫസ്റ്റ് കാണുന്ന ചിത്രത്തിൽ നിങ്ങളൊരു നോൺ കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറാണ് കാണുന്നത്. ഇവിടെയുള്ളൊരു വൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫീൽഡ് വൈൻഡിങ് മാത്രമേ ഉള്ളൂ. ആർമേച്ചർ കാണാം, സിംഗിൾ ഫേസ് സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ സെക്കൻഡ് പിക്ചർ നോക്കൂ. ഇവിടെ സിംഗിൾ ഫേസ് സപ്ലൈ ഉണ്ട്, മെയിൻ ഫീൽഡുണ്ട്, ആർമേച്ചറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ വൈൻഡിങ് കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടോർ. സെക്കൻഡ് വൺ ഈസ് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടോർ. ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കണ്ടക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറാണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുമ്പോഴത്തേക്ക് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ ആർമേച്ചറിൽ സീരീസ് ആയിട്ട് ഈ കോമ്പൻസേറ്റഡ് വൈൻഡിങ്ങും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ആർമേച്ചറിലുമായിട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ് കോമ്പൻസേറ്റഡ് വൈൻഡിങ്. ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണെന്നുള്ള ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ വൈൻഡിങ് എവിടെയാണ് കാണുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്തോളുക. നമ്മുടെ ഈ ചിത്രത്തിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നോക്കൂ. ഇതിൽ സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്. സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ പോൾ ഫേസസിൽ എംബഡഡ് ആകുന്ന രീതിയിലാണ് ഈ ഒരു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉള്ളത്. ഈ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് പോൾ ഫേസിൽ എംബഡഡ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു പോയിന്റും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആർമേച്ചറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലൂടെയും കറണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കൗണ്ടർ ആക്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറിൽ കൗണ്ടർ ആക്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുന്നത്? അത് ഓർത്തിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ, ദാറ്റ് ഈസ് ആർമേച്ചറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ് ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഹെൽപ്പ് ആവുക. അതുകൊണ്ടാണ് അതിനെ കൗണ്ടർ ആക്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? ബ്രഷസിലൊക്കെ ഉള്ള സ്പാർക്ലിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് ആണ് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ടാമത് കാണുന്ന ചിത്രം നോക്കുക. ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് മോട്ടർ. ഇവിടെ കോമ്പൻസേറ്റഡ് വൈൻഡിങ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല ആർമേച്ചറുമായിട്ട്. പകരം ഇവിടെ ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. സോ ദർ ഇസ് നോ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആർമേച്ചറിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യും ഈ വൈൻഡിങ്ങിൽ, ഈ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൽ. ഇങ്ങനെ കറണ്ടിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആയി വരുന്ന കറണ്ട് ഇവിടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൽ ഒരു ഒപ്പോസിങ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൗണ്ടർ ആക്ടിങ് ആയിട്ടുള്ള എതിർക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ ഈ ആർമേച്ചർ റിയാക്ഷനെ എതിർക്കുന്ന രീതിയിൽ, ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, സോ ദാറ്റ് അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് ചിത്രങ്ങളിലൂടെ നിങ്ങൾ നോക്കിയാൽ കണ്ടക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് മോട്ടറും ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് മോട്ടറും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. എപ്പോഴും ഓർക്കുക, ഡയറക്റ്റ് ഇലക്ട്രിക് കണക്ഷൻ ഉള്ളത് കണ്ടക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് മോട്ടറിലാണ്. ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് മോട്ടറിൽ ഡയറക്റ്റ് ഇലക്ട്രിക് കണക്ഷൻ ഇല്ല. ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ടാബുലാർ ഫോമിൽ സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ്.
നോക്കാം. ഫസ്റ്റ് കണ്ടക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ ആണെങ്കിൽ അതിൻ്റെ കണക്ഷൻ സീരീസിലായിരിക്കും ആർമേച്ചറുമായിട്ട്. കോമ്പൻസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് കോമ്പൻസേഷൻ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ അപ്ലയൻസസിലൊക്കെയാണ്. ഇനി ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടർ ആണെങ്കിൽ അത് നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഇവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്താണ് കോമ്പൻസേഷൻ നടക്കുന്നത്. ഇത് ഹെവി ഡ്യൂട്ടി എക്യുപ്മെൻറ്റ്സിലും പവർ ടൂൾസിലും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് കോമ്പൻസേറ്റഡ് യൂണിവേഴ്സൽ മോട്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാത്സ് ഇലക്ട്രിക്കൽ അക്കാഡമി.